ഉറപ്പുവരുത്തൂ VKC മുദ്ര ചെരുപ്പിലും പാക്കിലും. VKC Pride. Celebrate hard work. രാജ്യത്തെ കൗമാരക്കാർക്കുള്ള കോവിഡ് വാക്സിനേഷന് തുടക്കമായി. 7,40,00,000 കുട്ടികളാണ് വാക്സിന് അർഹരായവർ. 7 ലക്ഷത്തോളം പേരാണ് വാക്സിനായി ഇതുവരെയും രജിസ്റ്റർ ചെയ്തത്. സംസ്ഥാനത്ത് 15 ലക്ഷത്തോളം കുട്ടികൾക്ക് വാക്സിൻ നൽകാനാണ് ലക്ഷ്യമിടുന്നത്. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തത്. സ്പോട്ട് രജിസ്ട്രേഷൻ ആയിരുന്നു. അപ്പോൾ ഞാൻ വാക്സിൻ എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു വേദനയൊക്കെ എടുക്കുമെന്ന് ചോദിച്ചു. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. അവർ നല്ലപോലെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വാക്സിൻ കുഴപ്പമില്ലായിരുന്നു. പ്രതീക്ഷ പോലെ അത്രയ്ക്കും പേടിക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു. പ്രോപ്പർ ഗൈഡൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ടാണ് ചെയ്തു വന്നത്. പ്രശ്നമൊന്നുമില്ലായിരുന്നു. പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അത്രേ ഉള്ളൂ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഉദ്ദേശിച്ച പോലത്തെ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലായിരുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമായിരുന്നു. അത് മാത്രമേ ഉള്ളായിരുന്നു കുഴപ്പം. വേറെ പ്രശ്നമൊന്നുമില്ല. കൗമാരക്കാരുടെ വാക്സിനേഷനുമായി 551 കേന്ദ്രങ്ങൾ സജ്ജമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സമയബന്ധിതമായി വാക്സിനേഷൻ പൂർത്തിയാക്കാനാകുമെന്നും മന്ത്രി പറഞ്ഞു. കുട്ടികളിൽ നിന്നുള്ള അതുപോലെ മാതാപിതാക്കളിൽ നിന്നുള്ള പ്രതികരണവും വളരെ പോസിറ്റീവാണ്. അപ്പോൾ സമയബന്ധിതമായി തന്നെ നമുക്ക് ഈ നമ്മുടെ സംസ്ഥാനത്തെ 15 ലക്ഷത്തോളം വരുന്ന കുട്ടികളുടെ 15, 16, 17 വയസ്സ് പ്രായമുള്ള കുട്ടികളുടെ വാക്സിനേഷൻ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി നമുക്ക് കേന്ദ്രത്തിൽ നിന്നുള്ള കോവാക്സിൻ 5 ലക്ഷത്തിലധികം ഡോസസ് വാക്സിൻ നമുക്ക് ലഭിച്ചു. ഇന്ന് ഒരു 1,45,000-ത്തിലധികം ഡോസ് കോവാക്സിൻ കൂടി നമുക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി വിവിധയിടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും, അല്ലമീൻ തിരുവനന്തപുരത്ത് നിന്നും, ശ്രീകാന്ത് കൊച്ചിയിൽ നിന്നും, സിനോജ് തോമസ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകും. ആദ്യം രാധാകൃഷ്ണനിലേക്ക്. രാധാകൃഷ്ണൻ, കൗമാരക്കാരുടെ വാക്സിനേഷന് തുടക്കമായിരിക്കുന്നു. രാജ്യത്തെ പൊതുസ്ഥിതി എങ്ങനെയാണ് രാധാകൃഷ്ണൻ? തീർച്ചയായിട്ടും ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ 9 മണി മുതൽ തന്നെയാണ് ഈ കൗമാരക്കാരായിട്ടുള്ള കുട്ടികളുടെ വാക്സിനേഷൻ നടപടിക്രമങ്ങൾ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിലായിട്ട് ആരംഭിച്ചിട്ടുള്ളത്. ഞാൻ ഈ നിൽക്കുന്ന ഡൽഹിയിലെ ഈ വാക്സിനേഷൻ കേന്ദ്രത്തിൽ രാവിലെ മുതൽ തന്നെ വിദ്യാർത്ഥികളുടേതായിട്ടുള്ള കൗമാരക്കാരായിട്ടുള്ള കുട്ടികളുടെ നല്ല ക്യൂ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സമാനമാണ് എല്ലാ സ്ഥലങ്ങളിലും ഉള്ള സാഹചര്യം. എല്ലായിടങ്ങളിലും നല്ല ക്യൂ രാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് പുറമെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാത്തവർക്ക് വാക്കിൻ സംവിധാനത്തിൽ വാക്സിനേഷൻ നൽകുന്ന രീതിയും ഇപ്പോൾ ഉണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ചും വളരെ മികച്ച പ്രതികരണം ആദ്യഘട്ടത്തിൽ ലഭിക്കുന്നു എന്നതാണ്. ഏതാണ്ട് 7 ലക്ഷത്തോളം പേരാണ് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തതെങ്കിലും രജിസ്റ്റർ ചെയ്യാതെ എത്തുന്നവരുടെ എണ്ണമാണ് കൂടുതൽ എന്നാണ് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കാനായി സാധിക്കുന്നത്. വളരെ വിപുലമായിട്ടുള്ള രീതിയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ കൗമാരക്കാരുടെ വാക്സിനേഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി അല്ലമീൻ ചേരുന്നുണ്ട്. അല്ലമീൻ, എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി സമയബന്ധിതമായി തന്നെ ഇത് പൂർത്തീകരിക്കാൻ, ഈ വാക്സിൻ യജ്ഞം പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് ആരോഗ്യമന്ത്രി നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എത്ര കുട്ടികൾ ഇതുവരെയും സംസ്ഥാനത്ത് ഈ വാക്സിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്? അതല്ലെങ്കിൽ ഈ രജിസ്റ്റർ ചെയ്യാത്തവരുടെ കാര്യത്തിൽ എങ്ങനെയാണ് വാക്സിൻ നൽകാൻ സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം? കൗമാരക്കാർക്ക് വാക്സിൻ വിതരണം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ആരോഗ്യവകുപ്പ് അതിനായി പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് നിന്ന് മുതൽ കൗമാരക്കാർക്ക് വാക്സിനേഷൻ വിതരണം ആരംഭിച്ചിരിക്കുന്നത്. കുട്ടികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും വലിയ നല്ല പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നു എന്നതാണ് ആരോഗ്യമന്ത്രി നേരത്തെ പ്രതികരിച്ചത്. മാത്രമല്ല സമയബന്ധിതമായി വാക്സിനേഷൻ പൂർത്തിയാക്കാനാകുമെന്ന പ്രതീക്ഷയും മന്ത്രി പങ്കുവച്ചു. സംസ്ഥാനത്ത് കൗമാരക്കാരുടെ വാക്സിനേഷൻ നൽകുന്നതിനായി 551 കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലായി ക്രമീകരിച്ചിരുന്നത്. മാത്രമല്ല കുട്ടികൾക്ക് കോവാക്സിൻ ആണ് നൽകുന്നത്. ഇന്നലെ 5 ലക്ഷത്തിലധികം ഡോസ് കോവാക്സിൻ കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് 1,40,45,000 ഡോസ് വാക്സിൻ കൂടി ലഭിക്കുമെന്നൊരു പ്രതീക്ഷയും സംസ്ഥാനം പങ്കുവയ്ക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ്. രാവിലെ മന്ത്രി വീണ ജോർജ് നേരിട്ടെത്തി ഇവിടുത്തെ ക്രമീകരണങ്ങൾ, ഒരുക്കങ്ങളൊക്കെ വിലയിരുത്തിപ്പോയി. ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഇവിടെ സന്ദർശനം നടത്തുകയാണ്. ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്ത് വരുന്ന ആളുകളാണ് അധികവും ഉള്ളത്. അല്ലാതെ എത്തുന്നവർക്കും വാക്സിൻ നൽകുന്നതിനുള്ള സംവിധാനം, സ്പോട്ട് രജിസ്ട്രേഷനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇതിനോടകം എത്ര കുട്ടികൾ സംസ്ഥാനത്ത് വാക്സിന് വേണ്ടി രജിസ്റ്റർ ചെയ്തു എന്ന കൃത്യമായ കണക്ക് ലഭ്യമായിട്ടില്ല. കാരണം കേന്ദ്രത്തിന്റെ വെബ് പോർട്ടൽ വഴിയാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കൃത്യമായ ഒരു കണക്ക് സംസ്ഥാനത്തിന് ഇപ്പോൾ ലഭ്യമായിട്ടില്ല. വൈകുന്നേരം ഓരോ കേന്ദ്രങ്ങളിൽ നിന്നുള്ള കണക്ക് ശേഖരിച്ച് ഒപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന്, ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന എത്ര കുട്ടികൾ വാക്സിനേഷൻ എടുത്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് ആരോഗ്യ വകുപ്പിന് കൈമാറും. ആ രീതിയിൽ വൈകുന്നേരത്തോടു കൂടി ഒരു കൃത്യമായ കണക്ക്, ഏകദേശ കണക്ക് ലഭിക്കുമെന്നാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി നേരത്തെ പ്രതികരിച്ചത്.
കുട്ടികളും രക്ഷിതാക്കളുമൊക്കെ പറയുന്നതും ആ രീതിയിലൊരു പ്രതികരണമാണ്. അവർ പറയുന്നതും അത് ഉദ്ദേശിച്ച രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും തന്നെ ഇല്ല, പേടിക്കേണ്ട ഒരു സാഹചര്യവുമില്ല. വളരെ കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകി വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും കൃത്യമായ ഗൈഡ് ലൈൻ നൽകിയതിനു ശേഷമാണ് അവരെ വാക്സിനേറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു നിരീക്ഷണ സമയമുണ്ട്, അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരു അരമണിക്കൂറോളം കാത്തിരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് ഒരു പ്രയാസമായിട്ട് അവർ പറയുന്നുണ്ടെങ്കിലും അത് തീർച്ചയായും അത്തരത്തിലാണ് ഇപ്പോൾ വാക്സിനേഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലമീനിലേക്ക് എത്താം. ഇപ്പോൾ എസ് ശ്രീകാന്ത് കൂടി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങളുമായി. ശ്രീകാന്ത്, എങ്ങനെയാണ് ഈ കൊച്ചിയിൽ വാക്സിനേഷൻ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നത്? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ ശ്രീകാന്ത്? പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വാക്സിനേഷൻ നടക്കുന്ന ജനറൽ ആശുപത്രിയിലാണ്. ജനറൽ ആശുപത്രിയിൽ ഇന്ന് രാവിലെ ഇപ്പോൾ പൊതുവെ ദൃശ്യങ്ങൾ കാണുമ്പോൾ ആളുകൾ തീരെ കുറവാണ് എന്ന തരത്തിലാണ് കാണുന്നത്. എന്തായാലും 32 കേന്ദ്രങ്ങൾ ഈ എറണാകുളം ജില്ലയിലാകെ സജ്ജീകരിച്ചിട്ടുണ്ട്. ദിവസം 300 മുതൽ 400 വരെ വാക്സിൻ നൽകുക എന്നുള്ളതാണ് നിലവിലിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ആരോഗ്യവകുപ്പ്. ഏതാണ്ട് 75,000 ഡോസ് കോവാക്സിൻ ഇതിനോടകം തന്നെ ജില്ലയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഈ വാക്സിനേഷൻ നടക്കുന്ന സ്ഥലത്ത് നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. രാവിലെ മുതൽ വലിയ തിരക്ക് അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടില്ല. ഒരുപക്ഷെ രാവിലെ 10 മണിക്ക് തുടങ്ങിയ ആ ഘട്ടത്തിൽ വലിയ തോതിൽ ആളുകൾ എത്തിച്ചേരാത്തതാകാം. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ, സമയം കുറച്ചുകൂടി പോകുമ്പോൾ കൂടുതലായ ആളുകൾ എത്തിച്ചേർന്നിരിക്കാം. പക്ഷേ നിലവിലിപ്പോൾ തിരക്ക് തീരെ കുറവാണ്. നമുക്ക് ഇതിലെ ഈ കുട്ടിയെയും കൊണ്ടുവന്ന ഒരു മാതാവിനോട് തന്നെ സംസാരിക്കാം. എപ്പോഴാണ് എത്തിയത്? രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. അകത്ത് കുട്ടി അകത്ത് കയറിയിട്ടുണ്ട്. പേടി വല്ലതും ഉണ്ടോ? ഇങ്ങനെ ആശങ്ക വല്ലതും ഉണ്ടോ പിള്ളേർക്ക് ഇങ്ങനെ ഈ കോവാക്സിൻ വാക്സിൻ എടുക്കും? പേടിയുണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്നാലും രാവിലെ ഇവിടെ വന്ന സമയത്ത് ഒരുപാട് പേരുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു ബാച്ച് കയറി അവര് പോയി, രണ്ടാമത്തെ ബാച്ചാണ് ഇപ്പൊ കയറിയിരിക്കുന്നത്. ടോമ, രണ്ടാമത്തെ ബാച്ച് ഇപ്പോൾ നിലവിൽ ഈ വാക്സിനേഷൻ നടപടിക്രമങ്ങൾക്കായി കയറിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നോഡൽ ഓഫീസറുമായി നമ്മൾ സംസാരിച്ചിരുന്നു. നോഡൽ ഓഫീസർ പറഞ്ഞത് 32 കേന്ദ്രങ്ങൾ എറണാകുളം ജില്ലയിൽ ആകെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. 300 മുതൽ 400 ഡോസ് വാക്സിൻ അത് നൽകാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ വാക്സിൻ എടുത്ത് ഒരു കുട്ടി പുറത്തേക്ക് വരുന്നുണ്ട്, നമുക്ക് ചോദിക്കാം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. വാക്സിൻ എടുത്തതാണോ? അത് വാക്സിൻ എടുത്തിട്ട് അല്ല എത്തിയത്. ടോമ, വാക്സിൻ എടുത്തതാണോ? അതെ. എങ്ങനെ ഉണ്ടായിരുന്നു വാക്സിൻ എടുത്തത്? വളരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല എളുപ്പമായിരുന്നു, അധികം പെയിൻഫുൾ ആയിരുന്നില്ല. പേടിയുണ്ടായിരുന്നു? പേടി ആദ്യം കുറച്ചുണ്ടായിരുന്നു, ഈ പുതിയ കോവാക്സിന്റെ ആദ്യത്തെ ഇതായതുകൊണ്ട്. പക്ഷെ ഇപ്പം എടുത്തു കഴിഞ്ഞാൽ അത്രയും പെയിൻഫുൾ അല്ലായിരുന്നു. കൂടെ ഉണ്ടായിരുന്നവരൊക്കെ വാക്സിൻ എടുക്കുന്നത് കണ്ടിരുന്നു. ശ്രീകാന്തിലേക്ക് തിരികെ എത്താം. ശ്രീകാന്ത്, ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംപ്രേഷണത്തിലേക്ക്. ആരോഗ്യ വകുപ്പ് 15 വയസ്സിന് മുകളിലുള്ള 18 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വാക്സിനേഷനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ വകുപ്പ് ഒരു തീരുമാനം അറിയിച്ചിട്ടുണ്ട്. ആ തീരുമാനപ്രകാരം കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, ജില്ലാ ആശുപത്രികൾ, അതുപോലുള്ള ഹോസ്പിറ്റലുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഓൺലൈൻ രജിസ്ട്രേഷനും ഉണ്ട്, സ്പോട്ട് രജിസ്ട്രേഷനും ഉണ്ട്. അത് പുരോഗമിച്ചു വരികയാണ്. അപ്പം അതിൻ്റെ പ്രവർത്തനം ആരോഗ്യവകുപ്പ് വിചാരിച്ചതുപോലെ തന്നെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തുടക്കം ദിവസമാണ്. ഇപ്പോൾ ജില്ലാ ഹോസ്പിറ്റലിൽ ഇന്നിപ്പോൾ രാവിലെ ആരംഭിച്ച് 1 മണിക്കൂറിനകം 32 പേർക്ക്, 2 കുട്ടികൾക്ക് അവരുടെ രക്ഷകർത്താക്കൾ കൂടെ വന്ന് വാക്സിനേഷൻ എടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ഒരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ രക്ഷകർത്താക്കൾ കൂടെ വരണം. അപ്പം അതാണ് പിന്നെ അവരുടെ ഒരു ഉത്തരവാദിത്വം കൂടെ ഇക്കാര്യത്തിലുണ്ട്. അപ്പം അതുകൊണ്ടാണ് അവർ തന്നെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആശുപത്രിയിൽ വന്ന് വാക്സിനേഷൻ ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും സംസ്ഥാനത്താകെ തയ്യാറാണ്. കുട്ടികളുടെ വാക്സിനേഷൻ കൊടുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യവകുപ്പ് എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ഘട്ടം കഴിഞ്ഞ ശേഷം പിന്നെ ഇനി അതിൻ്റെ കണക്കെടുത്തതിന് ശേഷം ഇനിയും കുട്ടികളുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യുന്ന സംബന്ധിച്ച് ആലോചിക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ചെയ്യുന്നത് ഓരോ ദിവസവും ഓരോ ക്ലാസ്സിൽ എത്ര കുട്ടികൾ വാക്സിനേഷൻ എടുത്തു എന്നതിനെ സംബന്ധിച്ചുള്ള കണക്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസവും കണക്കെടുക്കുകയും അത് ടോട്ടൽ ഓരോ സ്കൂളിൽ എത്ര കുട്ടികളായി, ഇനി അവശേഷിക്കുന്ന കുട്ടികൾ എത്ര എന്നതിനെ സംബന്ധിച്ചുള്ള കണക്കെടുക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്.
ഇവിടെ ഇന്നിപ്പോൾ ജനറൽ ഹോസ്പിറ്റലിൽ നേരത്തെ പറഞ്ഞ 32 പേരായി. ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ രജിസ്ട്രേഷനും സ്പോട്ട് രജിസ്ട്രേഷനും. ആ കുട്ടികൾക്ക് വാക്സിനേഷൻ എടുത്ത ശേഷം അരമണിക്കൂർ വിശ്രമിക്കുന്നതിന് വേണ്ടിയുള്ള അവസരം കൊടുക്കുകയാണ്. അരമണിക്കൂർ കഴിഞ്ഞ ശേഷം ഡോക്ടർമാർ അവരെ ഒന്നുകൂടെ പരിശോധിച്ച ശേഷം കുട്ടികൾക്ക് വീട്ടിൽ പോകാം. ഇപ്പോൾ ഇവിടെ വാക്സിനേഷൻ എടുത്ത കുട്ടികളുമായിട്ടൊക്കെ ഞാൻ സംസാരിച്ചു. അവരെല്ലാം വലിയ സന്തോഷത്തിലാണ്. അവർക്കൊരു പ്രശ്നവും ഇല്ല. ഇതുവരെ ഒരു പ്രശ്നവും ഒരു കുട്ടിക്കും ഉണ്ടായിട്ടില്ല. അപ്പോൾ രക്ഷാകർത്താവ് കൂടെ വരുമ്പോൾ നമുക്ക് 1, 2 ആശുപത്രിയുടെ ഒരു അന്തരീക്ഷത്തിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. മറ്റേ സ്കൂളിൽ അന്തരീക്ഷത്തിൽ മറ്റ് സജ്ജീകരണങ്ങളൊന്നും സ്കൂളിലില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അവിടെ അത് നേരിടുന്നതിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളുള്ള സ്ഥലത്ത് വാക്സിനേഷൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ടാണ് ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ വാക്സിനേഷൻ വേണമെന്ന് ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് 1, 2, 3 ഘട്ടം കഴിഞ്ഞ ശേഷം അവശേഷിക്കുന്നവരെ സംബന്ധിച്ച് ആ പാൽ വയ്ക്കാം നമുക്ക്. അല്ല, അത് നമുക്കിപ്പോൾ ഇന്ന് തുടങ്ങിയല്ലോ. അല്ല, വാക്സിനേഷൻ എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്നതിന് വേണ്ടിയാണ്. എല്ലാ രക്ഷകർത്താക്കളും താല്പര്യമുണ്ട്. ആർക്കും വാക്സിനേഷൻ എടുക്കണ്ട എന്നുള്ള താല്പര്യമില്ല. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഇന്നു മുതൽ ആരംഭിച്ചിട്ടല്ലേ ഉള്ളൂ. നമുക്ക് എല്ലാ ദിവസവും സ്കൂളിൽ ക്ലാസ്സുകളിൽ അതിൻ്റെ കണക്കെടുക്കുന്നുണ്ട്. നമുക്ക് 2-3 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ മൊത്തം കണക്ക് കിട്ടും. അപ്പോൾ ഏതെങ്കിലും ഏത് വിദ്യാലയത്തിലാണ് ഇതിൻ്റെ വാക്സിനേഷൻ എടുക്കാത്ത കുട്ടികളുള്ളതെന്ന് വെച്ചാൽ അത് അപ്പോൾ നമ്മൾ ഇടപെട്ട ശേഷം അതിന് വേണ്ട എല്ലാ സഹായങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് ആരോഗ്യവകുപ്പും കൂടെ ആലോചിച്ചുകൊണ്ട് അതിന് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുന്നതാണ്. ഇപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ഉണ്ടല്ലോ. അതൊന്നും ഒരു ആർക്കും ഒരു ബുദ്ധിമുട്ടായി വന്നിട്ടില്ല. ഓൺലൈൻ രജിസ്ട്രേഷനുണ്ട്, സ്പോട്ട് രജിസ്ട്രേഷനുണ്ട്. നമ്മൾ ഹോസ്പിറ്റൽ അന്തരീക്ഷത്തിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാം നമ്മുടെ നിയന്ത്രണത്തിലാണ്. ഒരു ബുദ്ധിമുട്ടും ഇല്ല. കുട്ടികളും രക്ഷകർത്താക്കളൊക്കെ നല്ല വിശ്വാസത്തിലാണ്. അതെല്ലാം സഹായിച്ചു കൊടുക്കും. ഈ വാക്സിനേഷൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്ത് സഹായം വേണോ കുട്ടി ക്ലാസ് ടീച്ചറോട് ആവശ്യപ്പെട്ടാൽ ക്ലാസ് ടീച്ചർ അതിനുവേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വാക്സിൻ കേന്ദ്രത്തിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. വാക്സിനായി എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. എല്ലാ കുട്ടികളും വാക്സിൻ എടുക്കണം. അത് ഉറപ്പാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേക ഇടപെടൽ നടത്തും. വാക്സിൻ എടുത്ത കുട്ടികളുടെ കണക്ക് വിദ്യാഭ്യാസ വകുപ്പ് ഓരോ ദിവസവും ശേഖരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു. രാധാകൃഷ്ണൻ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാധാകൃഷ്ണൻ, സംസ്ഥാനത്തും വാക്സിനേഷൻ പുരോഗമിക്കുകയാണ്. ഈ കുട്ടികളുടെ ആകെ എണ്ണം എടുക്കുകയാണെങ്കിൽ ഈ രജിസ്റ്റർ ചെയ്ത ആളുകളുടെ ഇതുവരെയുള്ള എണ്ണം എന്ന് പറയുന്നത് എത്ര പേരാണോ വാക്സിൻ എടുക്കേണ്ടത് പൊതുവെ ഒരു കണക്കൂട്ടലുള്ളത് അതുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ്. ഈ ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രതീക്ഷ എങ്ങനെയാണ് ഈ കുട്ടികളുടെ കൗമാരക്കാരുടെ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട്? രാധാകൃഷ്ണൻ, സൗമേഷ് പറഞ്ഞതുപോലെ ആരോഗ്യ മന്ത്രാലയത്തെ സംബന്ധിച്ച് ഇന്നലെ അവരുടെ ഒരു കണക്കനുസരിച്ച് പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല ഈ രജിസ്ട്രേഷൻ എന്നുള്ള ഒരു നിഗമനമാണ് ഉള്ളത്. ഏതാണ്ട് 7 ലക്ഷത്തോളം 6.70 ലക്ഷം മാത്രമാണ് രജിസ്ട്രേഷനായിട്ട് നടന്നത്. സാധാരണഗതിയിൽ ചില ഇളവുകളൊക്കെ നൽകിക്കൊണ്ടാണ് ഈ രജിസ്ട്രേഷൻ, അതായത് ഈ തിരിച്ചറിയൽ കാർഡിന്റെ കാര്യത്തിൽ സ്കൂൾ ഐഡന്റിറ്റി കാർഡ് അടക്കമുള്ളവ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഈ രജിസ്ട്രേഷൻ നടപടികൾ നടന്നത്. അപ്പോൾ പ്രതീക്ഷിച്ചിരുന്നത് വളരെ കാര്യക്ഷമമായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ പ്രത്യേകിച്ച് കുട്ടികൾ കൂടി ആയതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള രജിസ്ട്രേഷൻ ഉണ്ടാകും എന്നുള്ളതായിരുന്നു. ഏതാണ്ട് 7 കോടിയിലധികം കുട്ടികളുടെ രജിസ്ട്രേഷനാണ് ഈ ഒരു സമയത്ത് നടക്കേണ്ടതായിട്ടുള്ളത്. 7 കോടിയിലധികം കുട്ടികൾക്കാണ് വാക്സിൻ നൽകേണ്ടി വരിക എന്നുള്ള ഒരു കണക്കാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയെങ്കിലും ആ വിധത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായില്ല. എന്നാൽ ഇപ്പോൾ ഇന്ന് രാവിലെ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ഈ വാക്കിൻ സംവിധാനം ഉപയോഗിക്കുന്നു കൂടുതൽ പേരും എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ രജിസ്ട്രേഷൻ ചെയ്യാത്ത കുട്ടികളെക്കാൾ കൂടുതൽ രജിസ്ട്രേഷൻ ചെയ്ത കുട്ടികളെക്കാൾ കൂടുതൽ രജിസ്ട്രേഷൻ ചെയ്യാത്ത കുട്ടികൾ വാക്സിനേഷൻ സെന്ററുകളിലേക്ക് ചില സംസ്ഥാനങ്ങളിലെങ്കിലും എത്തുന്നു എന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഉദ്യോഗസ്ഥർ പ്രാഥമികമായി നമ്മളോട് വിശദീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു കണക്ക് വന്നു തുടങ്ങിയിട്ടില്ല. ഏതാണ്ട് 12 മണിയോടുകൂടി വാക്സിനേഷൻ 12 മണി വരെ എടുത്ത കുട്ടികളുടെ ഒരു കണക്ക് ലഭ്യമാകും എന്നുള്ളതാണ്. വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ വളരെ കരുതലോടുകൂടിയുള്ള നടപടികളാണ് ഉറപ്പ് വരുത്തുന്നത്. ഈ കാണുന്നത് പോലെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്സിനേഷൻ
വാക്സിനേഷൻ കേന്ദ്രത്തിലാണ്, അടൽ ബാല വിദ്യാലയയിലാണ് ഞാനുള്ളത്. ഇവിടെ നൂറുകണക്കിന് കുട്ടികൾ ഈ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. എല്ലാവിധത്തിലുള്ള കോവിഡ് മാനദണ്ഡങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ടാണ് ഈ വാക്സിനേഷൻ നടപടികൾ പൂർത്തിയാവുകയും ഒക്കെ ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ കുട്ടികൾക്ക് വാക്സിനേഷൻ നടപടികൾ സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കണം എന്ന താല്പര്യമാണ് ഉള്ളത്. 28 ദിവസത്തെ ഇടവേള എന്ന് പറയുമ്പോഴും ഒരു മാസത്തിനുള്ളിൽ തന്നെ ഏതാണ്ട് എല്ലാ കുട്ടികൾക്കും ഒരു ഡോസ് വാക്സിനെങ്കിലും നൽകുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം. ഉന്മേഷ്, രാജ്യത്താകെ 7 കോടി കുട്ടികൾക്ക് വാക്സിൻ കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ, കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഈ വാക്സിൻ യജ്ഞം ആരംഭിച്ചിരിക്കുന്നത്. പക്ഷേ രാധാകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ 1%, അതായത് 7 ലക്ഷം പേർ മാത്രമാണ് ഇതുവരെയും ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. പക്ഷേ പല സംസ്ഥാനങ്ങളും ഈ സ്പോട്ട് രജിസ്ട്രേഷനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി സിനോജ് തോമസും ചേരുന്നുണ്ട്. സിനോജ്, നേരത്തെ കൊച്ചിയിൽ കണ്ടു, തിരുവനന്തപുരത്ത് കണ്ടു, വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല. പക്ഷേ പലർക്കും പല സ്ഥലങ്ങളിലും വാക്സിൻ കേന്ദ്രങ്ങളിലും സ്പോട്ട് രജിസ്ട്രേഷനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കോഴിക്കോട്ടെ സ്ഥിതി എന്താണ്? ഉന്മേഷ്, ഞാൻ നിൽക്കുന്നത് ബീച്ച് ജനറൽ ആശുപത്രിയിലാണ്. ഇവിടെയാണ് ജില്ലാതല ഉദ്ഘാടനം അല്പസമയം മുൻപ് ജില്ലാ കളക്ടർ നിർവഹിച്ചത്. ഇവിടെ ഇന്ന് 50 കുട്ടികളാണ് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിന് പുറമെ കൂടുതൽ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ തന്നെ അവർക്ക് നൽകാനുള്ള വാക്സിൻ ഇവിടെ ഉണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. ജില്ലയിൽ 1,43,000 കുട്ടികളാണ് ഇവിടെ ആകെ ഉള്ളത്, ഈ 15 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ളത്. അതിൽ 2,500 കുട്ടികളാണ് ഇന്ന് ആദ്യ ദിനം തന്നെ വാക്സിൻ എടുക്കാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ കൂടുതൽ കുട്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ വാക്സിൻ നൽകാനും തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. കാരണം 46,000 പുതിയ കോവാക്സിൻ ഡോസുകൾ ഇന്നലെ ജില്ലയിൽ എത്തിയിരുന്നു. ഈ കുട്ടികൾക്കൊപ്പം തന്നെ രക്ഷിതാക്കളും ഇവിടേക്ക് വരുന്നുണ്ട്. ഒപ്പം തന്നെ ആദ്യത്തെ ആള് വാക്സിൻ സ്വീകരിച്ച് ഇവിടെ 10 മണിക്കാണ് വാക്സിൻ നൽകി തുടങ്ങിയത്. ആദ്യത്തെ വിദ്യാർത്ഥി വാക്സിൻ സ്വീകരിച്ച് പുറത്തിറങ്ങിയതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കാരണം ജില്ലാതല ഉദ്ഘാടനം നടന്നതുകൊണ്ട് തന്നെ 10 മണിക്കാണ് വാക്സിൻ നൽകിയത്. ആദ്യത്തെ കുട്ടി വാക്സിൻ സ്വീകരിച്ച് പുറത്തിറങ്ങി. നിരവധി ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട്. പേരൻസിനൊപ്പം തന്നെയാണ് വിദ്യാർത്ഥികൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് വാക്സിൻ എടുക്കുന്ന ഒരാളാണ് വിദ്യാർത്ഥി നില. ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നി വാക്സിൻ വന്നത്. കാരണം സ്റ്റുഡൻസ് തന്നെ കുറേ എക്സ്പോഷർ വരികയാണ്. ഇപ്പോൾ നോർമൽ ലിവിങ്ങിലേക്ക് എല്ലാവരും പോകുന്നതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് കുറേ എക്സ്പോഷർ വരികയാണ്. എക്സാമിനേഷൻസ് ഓഫ്ലൈൻ ആവുകയാണ്. അപ്പോൾ ഭയങ്കര പ്രൊട്ടക്റ്റഡ് ആയിട്ട് തോന്നുന്നു. ഇത് കുട്ടികൾക്ക് വേണ്ടി വാക്സിൻ കൊടുക്കുന്ന ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാണ്. ഒറ്റയ്ക്കാണ് വന്നത്? പേരൻസും അമ്മേനെ കുട്ടികൾക്ക് വാക്സിൻ കൊടുക്കുന്ന ദിവസം ആദ്യ ദിവസം തന്നെ എടുക്കാൻ വേണ്ടി സാധിച്ചു. കൃത്യമായിട്ടും ഒരു സന്ദേശം കൂടെ സൊസൈറ്റിക്ക് കൊടുക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ ഇവിടുത്തെ ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡാണ്. അപ്പം വാക്സിൻ എടുക്കാതെ കുറേ പേര് റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നതിനെതിരെയും കൂടെയുള്ള ഒരു സന്ദേശം കൂടെയായിട്ടാണ് ഞാൻ എൻ്റെ മകനെ ആദ്യം തന്നെ ഈ ഒരു വാക്സിനേഷന് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ എടുക്കാൻ പറ്റി എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. അങ്ങനെ ഒരു ഹെൽപ്പ് നമുക്ക് കിട്ടി എന്നുള്ളതിൽ ഇവിടുന്ന് അങ്ങനെ നമുക്ക് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായും നല്ലൊരു സന്ദേശം തന്നെയാണ്. ഡോക്ടർ ടി രേണുകയുടെ മകനെ തന്നെയാണ് ആദ്യത്തെ വാക്സിൻ കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിൽ നൽകിയിരിക്കുന്നത്. ഒരു നല്ല സന്ദേശം നൽകുക, കൂടുതൽ വിദ്യാർത്ഥികളെ ഈ വാക്സിനേഷനിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ഇങ്ങനെ ഡോക്ടറുടെ മകന് തന്നെ ആദ്യം വാക്സിൻ ഇവിടെ ബീച്ച് ആശുപത്രിയിൽ നൽകിയിരിക്കുന്നത്. രക്ഷിതാക്കൾക്കൊപ്പം തന്നെയാണ് കുട്ടികൾ ഈ വാക്സിനേഷൻ കേന്ദ്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. 94 കേന്ദ്രങ്ങളാണ് ജില്ലയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. അവിടെ എല്ലായിടത്തും കുട്ടികൾക്ക് ഇന്ന് വാക്സിൻ നൽകുന്നുണ്ട്. ആഴ്ചയിൽ 3 ദിവസമായിരിക്കും വാക്സിൻ നൽകുന്നതെന്ന് DMO അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മുതിർന്നവർക്കുള്ള വാക്സിനേഷൻ സമാന്തരമായി നടക്കും. ജില്ലയിൽ 97% ആദ്യ ഡോസ് വാക്സിൻ നൽകിയിരിക്കുന്നത്. സെക്കൻഡ് ഡോസ് എടുത്തിരിക്കുന്നത് 77%. അത് കൂടുതൽ 100% എത്തിക്കാനുള്ള ഒരുക്കങ്ങളാണ് നടന്നു വരുന്നതെന്നും DMO അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ബീച്ച് ജനറൽ ആശുപത്രിയിൽ വിദ്യാർത്ഥികൾക്കുള്ള വാക്സിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോടും വിദ്യാർത്ഥികൾക്കുള്ള വാക്സിനേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. സിനോജ് തോമസ് ആണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ വാക്സിനേഷൻ ഇപ്പോൾ നടന്നു വരികയാണ്. ഇനി അടുത്ത വാർത്തയിലേക്ക്. രാജ്യത്തെ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം 30,000 കടന്നു. 33,750 പേർക്കാണ് പുതുതായി വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ഒമിക്രോൺ ബാധിച്ചവരുടെ എണ്ണം 1,700 ഉയർന്നിട്ടുണ്ട്. രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ വായിച്ചിരുന്നത്. രാധാകൃഷ്ണൻ, കഴിഞ്ഞ ദിവസം 27,000 പ്രതിദിന കോവിഡ് കണക്കെത്തിയിരുന്നു. ഇപ്പോഴത് 30,000 പിന്നിട്ടിരിക്കുന്നു. എന്താണ് സ്ഥിതി? ഇതിന്റെ ഒരു യഥാർത്ഥ ചിത്രം നമുക്ക് ബോധ്യമാകാനായിട്ട് ഈ ഡിസംബർ 27 മുതലുള്ള ഒരു കണക്ക് പരിശോധിച്ചാൽ ഇപ്പോൾ എത്രത്തോളം വ്യാപനം രാജ്യത്ത് നടക്കുന്നു എന്നത് വ്യക്തമാകും. ഡിസംബർ 27 6,531 ആയിരുന്നു രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രതിദിന കോവിഡ് കേസ്. അത് 28 ആയപ്പോഴേക്കും 6,358
കുറയുകയാണ് ഉണ്ടായത്. എന്നാൽ ഡിസംബർ 29 ആയപ്പോൾ 9195 30-ാം തീയതി ആയപ്പോൾ അത് 13,154, ഏതാണ്ട് 4000 കേസുകളുടെ കൂടുതലാണ് അന്ന് ഉണ്ടായത്. 31-ാം തീയതി ആയപ്പോൾ പിന്നെയും 4000-ത്തിലധികം കേസുകൾ വർദ്ധിച്ച് 16,764 ജനുവരി 1 ആയപ്പോഴേക്കും അതിൽ 22,000, ഏതാണ്ട് 8,000 വർധനവാണ് വന്നത്. ജനുവരി 1 ജനുവരി 2 ആയപ്പോഴേക്കും 27,553 കേസുകളായി ഇന്നലെ. ഇന്നത്തെ കണക്കുകളായി പുറത്തു വന്നിരിക്കുന്നത് 33,750. അതായത് നമ്മൾ ഡിസംബർ 27 വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് 5 ഇരട്ടി വർദ്ധിച്ചിരിക്കുന്നു ഇന്നത്തെ പ്രതിദിന കണക്ക് എന്നുള്ളതാണ്. വ്യാപനം എത്ര വേഗത്തിൽ വളരുന്നു എന്നതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഈ സ്ഥിതിവിവരം നൽകുന്നത്. രാജ്യത്തെ സംബന്ധിച്ച് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകാത്ത വിധത്തിൽ കാര്യങ്ങളെ, ഈ രോഗബാധിതരുടെ എണ്ണം കൂടുന്നുണ്ടെങ്കിലും അതൊരു വലിയ രീതിയിലുള്ള പ്രശ്നമായി മാറാതെയും മരണസംഖ്യയുടെ കൂടുതൽ ഉണ്ടാകാതിരിക്കുകയും ചെയ്യാത്ത വിധത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങളാണ് ഇപ്പോൾ സർക്കാർ തയ്യാറാക്കുന്നത്. 123 മരണങ്ങളാണ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്ന് പുതിയതായി വന്ന കണക്കനുസരിച്ച് രാജ്യത്ത് കോവിഡ് കേസുകൾ പ്രതിദിന കണക്ക് 30,000 കടന്നിരിക്കുന്നു. 33,000-ലധികമാണ് ഇന്ന് പുതിയതായി കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഒമിക്രോൺ രോഗികളുടെ എണ്ണത്തിലും വർധനവുണ്ടാകുന്നു. 1700 ഒമിക്രോൺ രോഗികളാണ് നിലവിൽ രാജ്യത്തുള്ളത്. ആർ രാധാകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി ഇടുക്കിയിൽ നിന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തെരഞ്ഞെടുപ്പ് വീഴ്ചയിൽ അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്യപ്പെട്ട ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രൻ CPIM ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കില്ല. സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് ഇന്നലെ പറഞ്ഞെങ്കിലും പിന്നീട് നിലപാട് മാറ്റുകയായിരുന്നു. നടപടി കാര്യത്തിൽ ഇളവ് സംബന്ധിച്ച് സംസ്ഥാന നേതാക്കളിൽ നിന്നും ഉറപ്പ് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് രാജേന്ദ്രന്റെ തീരുമാനം. സമ്മേളനത്തിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന് എസ് രാജേന്ദ്രൻ തീരുമാനിക്കാമെന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു. അത് ഓരോരുത്തർക്കും അവരുടേതായ തീരുമാനം എടുക്കാൻ അവകാശമുണ്ട്. പാർട്ടി അതിൻ്റെതായ തീരുമാനം പാർട്ടി എടുക്കും. ഇതൊന്നും മാധ്യമങ്ങളുമായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളല്ല. അതെല്ലാം പാർട്ടിക്കകത്ത് പരിശോധിക്കേണ്ട പ്രശ്നങ്ങളാണ്. വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്നും രാഹുൽ വിജയൻ ചേരുന്നുണ്ട്. രാഹുൽ, ആദ്യഘട്ടത്തിൽ എസ് രാജേന്ദ്രനെതിരായിട്ടുള്ള പ്രധാനപ്പെട്ട ആരോപണം ദേവികുളത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും വിട്ടുനിന്നു. അവിടുത്തെ ഇടത് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമം നടത്തിയെന്നതായിരുന്നു. അതിന് പിന്നാലെ പാർട്ടിയുടെ അന്വേഷണ കമ്മീഷന്റെ അന്വേഷണത്തിലും ഇദ്ദേഹം ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നതുൾപ്പെടെയുള്ള കണ്ടെത്തലുണ്ട്. ഇദ്ദേഹത്തെ എസ് രാജേന്ദ്രന്റെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യണമെന്ന ശുപാർശയും പാർട്ടി നേതൃത്വത്തിന് മുന്നിലുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ എസ് രാജേന്ദ്രൻ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ അദ്ദേഹം പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ എന്താണ് ഇപ്പോഴത്തെ ഈ നിലപാട് മാറ്റത്തിന് പിന്നിൽ? ടോം, എന്തായാലും ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് ഇപ്പോൾ ഇവിടെ തുടക്കമായിരിക്കുകയാണ്. സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഈ സമയം വരെ എന്തായാലും എസ് രാജേന്ദ്രൻ ഈ സമ്മേളന വേദിയിൽ അല്ലെങ്കിൽ സമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ രാജേന്ദ്രൻ വിഷയം തന്നെയാണ് CPM-ലെ പ്രധാന ചർച്ചാ വിഷയം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. മാത്രമല്ല അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ഉള്ള ശുപാർശ ജില്ലാ നേതൃത്വം സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയതായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തീരുമാനമൊക്കെ ഈ ഒരു ജില്ലാ സമ്മേളനത്തിൽ കൈക്കൊള്ളേണ്ടതാണ്. ഇന്നലെ നമ്മൾ അദ്ദേഹത്തെ ബന്ധപ്പെട്ടിരുന്നു. ഇന്നാണ് CPM ജില്ലാ സമ്മേളനം തുടങ്ങുന്നത്. ജില്ലാ കമ്മിറ്റി അംഗം എന്ന നിലയിൽ താങ്കൾ പങ്കെടുക്കുമോ എന്നുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തെ ബന്ധപ്പെട്ടത്. അദ്ദേഹം അപ്പോൾ പറഞ്ഞത് എന്തായാലും പങ്കെടുക്കും. ഈ സമ്മേളനത്തെ ചെറുതായി കാണാൻ കഴിയില്ല. ഇതത്ര പ്രാധാന്യമുള്ള ഒരു സമ്മേളനമാണ്, അതുകൊണ്ട് പങ്കെടുക്കാതിരിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇന്ന് അദ്ദേഹം ആ നിലപാട് മാറ്റിയിരിക്കുകയാണ്. ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ഇതിന് ഒരു പ്രശ്നമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹം ഇത്തരമൊരു നിലപാട് മാറ്റത്തിന് കാരണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം, അതായത് നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ, അതായത് ഈ ദേവികുളത്തെ LDF പാർട്ടി സ്ഥാനാർത്ഥിയായിട്ടുള്ള A രാജയെ തോൽപ്പിക്കാൻ മനഃപൂർവ്വമായിട്ടുള്ള ശ്രമം നടത്തി എന്നുള്ള അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തൽ പുറത്തു വരികയും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ളൊരു ശുപാർശ പോവുകയും ചെയ്തിരുന്നു. ഈ ഒരു നടപടിയിൽ ഒരു ഇളവ് ആവശ്യപ്പെട്ട് സംസ്ഥാന നേതൃത്വത്തെ എസ് രാജേന്ദ്രൻ സമീപിച്ചിരുന്നു. പക്ഷേ സംസ്ഥാന നേതൃത്വം ഈ കാര്യങ്ങൾ അംഗീകരിച്ചില്ല. ഈ ഒരു വിഷയം സംസ്ഥാന നേതൃത്വം പരിഗണിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു
ഈ ഒരു സമ്മേളനത്തിൽ നിന്ന് ഇന്നലെ പങ്കെടുക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇന്നത് പങ്കെടുക്കില്ല, വിട്ടുനിൽക്കുമെന്നുള്ള കാര്യം അറിയിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഒരു രാജേന്ദ്രൻ വിഷയം തന്നെയാണ് ഈ ജില്ലാ സമ്മേളനത്തിൽ CPM ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ പ്രധാനമായിട്ടും ഉയരാൻ പോകുന്ന വിഷയം. അദ്ദേഹത്തിനെതിരായ കടുത്ത നടപടി തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഒരുപക്ഷെ സസ്പെൻഷനിലോ അല്ലെങ്കിൽ തരം താഴ്ത്തൽ നടപടിയിലേക്കോ ഒക്കെ ഒരു നടപടി ചുരുങ്ങും എന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ അദ്ദേഹം ഇന്ന് രാവിലെ എന്തായാലും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന ഉറച്ച തീരുമാനം അല്ലെങ്കിൽ ആ ഒരു നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം ഈ ദേവികുളത്തെ രാജയെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മനഃപൂർവ്വമായിട്ടുള്ള ശ്രമം, അതായത് പലതരത്തിലുള്ള വിമർശനം, അതായത് ഏരിയ സമ്മേളനങ്ങൾ ഉൾപ്പെടെ പലതരത്തിലുള്ള വിമർശനം എസ് രാജേന്ദ്രൻ നേരിടേണ്ട CPIന്റെ ഇടുക്കി ജില്ലാ സമ്മേളനത്തിന്റെ കുമളിയിൽ തുടക്കമായിരിക്കുന്നു. ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രൻ പങ്കെടുക്കില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത വാർത്തയിലേക്ക്. സിൽവർ ലൈൻ പദ്ധതിയിൽ സർക്കാർ നിലപാടിന് പിന്തുണ തേടി മുഖ്യമന്ത്രി നേരിട്ടിറങ്ങുന്നു. നാളെ തിരുവനന്തപുരത്ത് പൗരപ്രമുഖരുടെ യോഗം മുഖ്യമന്ത്രി വിളിച്ചു. രാഷ്ട്രീയ പാർട്ടികളുടെ യോഗവും മുഖ്യമന്ത്രി വിളിക്കുന്നുണ്ട്. MLA-മാരോടും MP-മാരോടും മുഖ്യമന്ത്രി നേരിട്ട് സംസാരിക്കും. പിന്തുണ തേടി മാധ്യമ മേധാവികളെയും മുഖ്യമന്ത്രി കാണും. VA ഗിരീഷാണ് വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് ചേരുന്നത്. ഗിരീഷ്, പ്രതിപക്ഷം നിലപാട് കടുപ്പിക്കുന്ന സാഹചര്യമുണ്ട്. സർക്കാർ പിന്നോട്ടില്ല സിൽവർ ലൈനിൽ എന്ന് വ്യക്തമാകുന്നു. മുഖ്യമന്ത്രി തന്നെ നേരിട്ടിറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും ഇനി ഇതുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകളും പ്രതികരണങ്ങളും ഒക്കെ ഗിരീഷ്? ഉന്മേഷ്, സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ വിവിധ തരത്തിലുള്ള ആശങ്കകളും ആരോപണങ്ങളും ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പ്രതിപക്ഷമാകട്ടെ ഇക്കാര്യത്തിൽ തങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇതുവരെ ലഭ്യമായില്ല. നിയമസഭയിൽ പോലും ഒരു 2 മണിക്കൂർ ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്ന ആരോപണവും ഉന്നയിച്ചിരുന്നു. മാത്രമല്ല BJP ഉൾപ്പെടെ ഇക്കാര്യത്തിൽ കേരളത്തിനെതിരെ രംഗത്ത് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ പൗരപ്രമുഖരുടെ യോഗം വിളിക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചിരുന്നു. ഓരോ ജില്ലയിലുമാണ് ഇത്തരത്തിൽ യോഗങ്ങൾ ചേരുക. സാമൂഹിക സാംസ്കാരിക വ്യാപാര രംഗങ്ങളിലെ വിവിധ ആൾക്കാർ, വിവിധ പ്രമുഖർ ഈ യോഗത്തിൽ പങ്കെടുക്കും. അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിക്കാനും തീരുമാനിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു സമവായം ഉണ്ടാക്കുക എന്നത് തന്നെയാണ് സർക്കാരിൻ്റെ ഉദ്ദേശം. നേരത്തെ ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സിൽവർ ലൈൻ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾക്കായി 20 കോടി രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സമവായം സർക്കാരിന് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിക്കുന്നത്. ഈ സിൽവർ ലൈൻ പദ്ധതിയുടെ ഗുണഗണങ്ങൾ, അതോടൊപ്പം തന്നെ ഭൂമി ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ അവർക്ക് നൽകുന്ന നഷ്ടപരിഹാരം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ രാഷ്ട്രീയ പാർട്ടികളുമായി വിശദീകരിക്കും. അവരുടെ ആശങ്കകളും അവരുടെ പരാതികളും നേരിട്ട് കേട്ടുകൊണ്ട് അത് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ കൂടി സർക്കാർ നടപടിയെടുക്കും എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ കണക്കാക്കുന്നത്. നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം CPM-ന്റെ ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടന്ന പൊതുസമ്മേളനത്തിൽ തന്നെ മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഈ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പരാതികളോ ആശങ്കകളോ ഉണ്ടെങ്കിൽ അക്കാര്യത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നൊരു നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും പ്രതിപക്ഷം ഉന്നയിച്ച കാര്യങ്ങൾ സർക്കാർ അതിനെ അഡ്രസ്സ് ചെയ്യുന്നു എന്ന ഒരു രീതിയിലേക്കാണ് സർക്കാർ ഇപ്പോൾ പോകുന്നത്. ഉന്മേഷ്, ഗിരീഷ്, തുടക്കം മുതൽ തന്നെ പ്രതിപക്ഷം, അതായത് കോൺഗ്രസും നേരത്തെ ഗിരീഷ് സൂചിപ്പിച്ചതുപോലെ BJP-യും വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയും ഈ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിനുണ്ട്. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം തന്നെ സർക്കാർ ഇതിന്റെ നടപടിയുമായി മുന്നോട്ട് പോകുന്നു. ഇതിന് സ്ഥലം ഏറ്റെടുപ്പിന് വേണ്ടിയുള്ള തുക അനുവദിക്കുന്നു. സാമൂഹിക ആഘാത പഠനം നടത്താൻ വേണ്ടി കോട്ടയത്തെ ഏജൻസിയെ, ഒരു സ്ഥാപനത്തെ ഏൽപ്പിക്കുന്നു. ഇത്തരം നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഇനി ഒരു ചർച്ചയ്ക്ക് എന്താണ് പ്രസക്തി? അതായത് സർക്കാർ ഉറപ്പിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ടോം, ഇക്കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞതാണ്. സിൽവർ ലൈൻ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. ഈ വികസന പ്രവർത്തനത്തെ അട്ടിമറിക്കാൻ പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ BJP-യും ശ്രമിക്കുന്നു എന്ന ആരോപണമാണ് തുടക്കത്തിൽ സർക്കാർ ഉയർത്തിയത്. പക്ഷേ പ്രതിപക്ഷം ഉയർത്തുന്ന ആശങ്കകൾ, അത് ഏറ്റവും പ്രധാനമായിട്ട് ഭൂമി ഏറ്റെടുപ്പ്, അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിനുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത, ഈ 2 കാര്യങ്ങളിലാണ് പ്രതിപക്ഷം കൂടുതലായി അവരുടെ ആരോപണങ്ങളും അതോടൊപ്പം തന്നെ അവരുടെ ആശങ്കകളും ഉന്നയിച്ചിരിക്കുന്നത്. കാരണം സമയബന്ധിതമായി ഭൂമി ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ
പദ്ധതി ചെലവ് 2 ലക്ഷം കോടിയിലേറെ രൂപയിലേക്ക് പോകും എന്ന നീതി ആയോഗിന്റെ കണക്കുകളും പുറത്തു വന്നിരുന്നു. ഇതുകൂടി ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഈ ഒരു സാഹചര്യത്തിൽ ഏത് തരത്തിലാണ് ഭൂമി ഏറ്റെടുക്കൽ നടത്തുക, അതോടൊപ്പം ഭൂമി ഏറ്റെടുക്കുന്നിടത്ത് പ്രതിഷേധം ഉണ്ടാകാതെ നോക്കേണ്ടതും സർക്കാരിന്റെ കൂടി ഒരു ആവശ്യമാണ്. ഇപ്പോൾ അതിരടയാള കല്ലുകൾ ഇടുന്നിടത്ത് പലയിടത്തും ഇതിനുള്ള അനുമതി നൽകിയെങ്കിലും സ്പെഷ്യൽ തഹസീൽദാർമാരെ നിയമിച്ചെങ്കിലും ഈ അതിരടയാള കല്ലുകൾ ഇടാൻ പോലും നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പലപ്പോഴും കഴിയുന്നില്ല. നാട്ടുകാരുടെ പ്രതിഷേധം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ പ്രദേശങ്ങളിലെ UDF-ന്റെയും അതോടൊപ്പം തന്നെ BJP-യുടെയും പ്രവർത്തകരുടെ പ്രതിഷേധം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു സമവായം കണ്ടെത്തേണ്ടത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെക്കുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആശങ്കകൾ ഇത് പരിഹരിക്കുക അല്ലെങ്കിൽ ഇതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുക, അവരുടെ ആശങ്കകളെ ദൂരീകരിക്കുക എന്നുള്ള ചുമതല കൂടി സർക്കാരിന്റെ ഭാഗത്തേക്ക് എത്തിച്ചേരുന്നുണ്ട്. മാത്രമല്ല സർക്കാരിന് ഒരു കാര്യം വ്യക്തമായി അറിയാം, പദ്ധതി നടപ്പാക്കും എന്ന് സർക്കാർ പറയുമ്പോഴും ഇത് ഒരു സമവായത്തിലൂടെ അല്ലാതെ ഇത്രയും വലിയൊരു പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ഒരു സൈഡിൽ തീരുമാനിക്കുമ്പോഴും മറു സൈഡിൽ ഒരു അനുരഞ്ജനത്തിന്റെ ശ്രമം, ഒരു സമവായത്തിന്റെ ശ്രമത്തിലേക്ക് സർക്കാർ ഇപ്പോൾ പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ടോം ഗിരീഷ്, പക്ഷേ ഈ പ്രതിപക്ഷം ഈ ചർച്ചയോട് സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കാമോ? വലിയ തോതിൽ ഒരു പ്രതിഷേധ പരിപാടികൾ അവർ സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നുണ്ട്. കോൺഗ്രസും BJP-യും എല്ലാം സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നുണ്ട്. നേരത്തെ സംയുക്തമായിട്ടുള്ള സമരങ്ങൾ പലയിടങ്ങളിലും അരങ്ങേറിയിരുന്നു. പ്രാദേശികമായി സമരങ്ങൾ ഉടലെടുക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ മുഖ്യമന്ത്രി ഇത്തരം ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ഈ ചർച്ചയോട് സഹകരിക്കും എന്ന് പ്രതീക്ഷിക്കാമോ? ടോം, ഇക്കാര്യത്തിൽ പ്രതിപക്ഷം അവരുടെ നിലപാട് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഇപ്പോഴാണ് ഈ രാഷ്ട്രീയ പാർട്ടികളെ ചർച്ചയ്ക്ക് വിളിക്കും എന്നുള്ള തീരുമാനങ്ങൾ തന്നെ പുറത്തു വന്നത്. സ്വാഭാവികമായും പ്രതിപക്ഷം ഇക്കാര്യത്തിൽ അനുകൂലമായി പ്രതികരിക്കും എന്നുള്ളതാണ് സർക്കാരിന്റെ പ്രതീക്ഷ. കാരണം പ്രതിപക്ഷം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത് ഇക്കാര്യത്തിൽ ഒരു ചർച്ച പോലും പ്രതിപക്ഷവുമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടോ നടന്നിട്ടില്ല. പ്രതിപക്ഷത്തെ മുഖവിലക്കെടുക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇക്കാര്യത്തിൽ നിയമസഭയിൽ ചർച്ച നടത്തണം എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. എന്താണ് കേരയിൽ അല്ലെങ്കിൽ സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കുമ്പോൾ സംസ്ഥാനത്തുണ്ടാകുന്ന ബാധ്യത എന്താണ്, ഇതിന്റെ ഗുണങ്ങൾ എന്താണ്, അതോടൊപ്പം തന്നെ ഇത് എത്രമാത്രം പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു, എത്ര പേർക്ക് കിടപ്പാടം നഷ്ടപ്പെടുന്നു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വിശദമായ ഒരു ചർച്ച വേണമെന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. എന്നാൽ നിയമസഭയിൽ ഇത്തരത്തിലൊരു ചർച്ച നടത്താൻ സർക്കാർ തയ്യാറായില്ല. പിന്നീട് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഈ പ്രക്ഷോഭവും പ്രതിഷേധവും ആരോപണവും മുഖ്യമന്ത്രി നേരിട്ടിറങ്ങുകയാണ്. സിൽവർ ലൈനിൽ പിന്തുണ തേടി പ്രതിപക്ഷം വരും ദിവസങ്ങളിൽ എന്ത് നിലപാടെടുക്കും ഈ വിഷയത്തിൽ എന്നുള്ളതും നിർണായകമാണ്. VA ഗിരീഷ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. അന്തരിച്ച കോൺഗ്രസ് നേതാവ് PT തോമസിന്റെ ചിതാഭസ്മം വഹിച്ചുകൊണ്ടുള്ള സ്മൃതി യാത്രയ്ക്ക് തുടക്കം. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ സാന്നിധ്യത്തിൽ KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രൻ കുടുംബാംഗങ്ങളിൽ നിന്നും ചിതാഭസ്മം ഏറ്റുവാങ്ങി. വൈകിട്ട് 4 മണിക്ക് ഉപ്പതോട് പള്ളിയിൽ സ്മൃതിയാത്ര സമാപിക്കും. ഉപ്പതോട്ടിലെ അമ്മയുടെ കല്ലറയിൽ ചിതാഭസ്മം നിമജ്ജനം ചെയ്യണമെന്ന് PT തോമസ് അന്ത്യാഭിലാഷമായി കുറിച്ചിരുന്നു. അതിനിടെ PT തോമസിന്റെ ചിതാഭസ്മം അമ്മയുടെ കല്ലറയിൽ അടക്കം ചെയ്യുന്നതിന് ഇടുക്കി രൂപത മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒന്നും ഉണ്ടാവരുതെന്നും ദേവാലയത്തിന്റെയും കല്ലറയുടെയും പരിപാവനത കാത്തുസൂക്ഷിക്കണമെന്നും വികാരി ജനറൽ ജോസ് പ്ലാച്ചിക്കലിന്റെ നിർദ്ദേശത്തിൽ പറയുന്നു. വിശദാംശങ്ങളുമായി വിഷ്ണു സുരേഷാണ് ഇപ്പോൾ ചേരുന്നത്. വിഷ്ണു, എന്തൊക്കെയാണ് വിവരങ്ങൾ? അന്തരിച്ച MLA PT തോമസിന്റെ ചിതാഭസ്മമായ സ്മൃതി യാത്രാ നിലവിൽ കോതമംഗലത്തേക്ക് എത്തുകയാണ്. രാവിലെ 7:30 കൂടിയാണ് അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് ഈ സ്മൃതിയാത്ര പുറപ്പെട്ടത്. തുറന്ന വാഹനത്തിലാണ് യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. DCK അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ്, KPCC വൈസ് പ്രസിഡന്റ് PP സജീന്ദ്രൻ, ഇടുക്കി MP ഡീൻ കുഞ്ചാക്കോസ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ ഉണ്ട്. പലയിടങ്ങളിലായി കോൺഗ്രസ് പ്രവർത്തകർ ഈ ചിതാഭസ്മത്തിൽ ആദരമർപ്പിക്കുന്നു. അത്തരത്തിൽ അങ്ങനെയാണ് ഈ പരിപാടി നിലവിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഏകദേശം ഉച്ചയോടുകൂടി ജില്ലാ അതിർത്തിയായ നേര്യമംഗലത്ത് സ്മൃതി ഈ യാത്ര എത്തിച്ചേരും. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഉപ്പതൂർ വരെ ഇടുക്കി DCC ആണ് ഈ ചിതാഭസ്മം ഏറ്റുവാങ്ങുക. അതിനുശേഷം അങ്ങോട്ടേക്ക് എത്തും. വൈകിട്ട് 4 മണിയോടുകൂടി ഉപ്പതോട്ടുള്ള സെന്റ് ജോസഫ് പള്ളിയിൽ ചിതാഭസ്മം എത്തിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ പള്ളിയിൽ മാർഗനിർദ്ദേശങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് മതാചാരപ്രകാരമുള്ള ചടങ്ങുകളൊന്നുമില്ല. എന്നിരുന്നാൽ പോലും പള്ളിയുടെ പരിപാലനമായ സൂക്ഷിക്കേണ്ടതിന് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. മതപ്രകാരം പുറത്തു തരത്തിലുള്ള യാതൊരു നടപടികളും ഉണ്ടാകരുതെന്നൊരു മുന്നറിയിപ്പ് പള്ളിക്കാരി പുറപ്പെടുവിക്കുന്നുണ്ട്. എന്തായാലും 4 മണി. ശരി വിഷ്ണു. വിഷ്ണു സുരേഷാണ് ഇപ്പോൾ വിശദാംശങ്ങൾ നൽകിയത്. വഖഫ് വിഷയത്തിൽ തുടർ സമരത്തിനൊരുങ്ങി മുസ്ലിം ലീഗ് നേതൃയോഗം മലപ്പുറത്ത്. മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ നിരന്തര വിമർശനവും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും.
നിയമസഭ പാസാക്കിയ നിയമം സഭയിൽ തന്നെ പിൻവലിക്കണം എന്നാണ് ലീഗിന്റെ ആവശ്യം. സമസ്തയടക്കം എല്ലാ മുസ്ലിം സംഘടനകൾക്കും സ്വീകാര്യമായ രീതിയിലുള്ള സമരമാണ് നേതൃത്വം ലക്ഷ്യമിടുന്നത്. മലപ്പുറത്ത് നിന്ന് നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. നിഖിലേക്ക് എത്താം. PMA സലാമിന്റെ പ്രതികരണം ആദ്യം കേൾക്കാം. സമസ്തയായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ലല്ലോ, വെറുള്ളവരുണ്ടാക്കുകയല്ലേ. ഇന്നലെ ഇപ്പോൾ സമസ്തയുടെ മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് നേതാക്കന്മാരല്ലായിരുന്നുണ്ടായിരുന്നു, പ്രവർത്തകരും അവിടുത്തെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരൊക്കെ ലീഗിനെ അനുകൂലിച്ചുകൊണ്ടല്ലേ സംസാരിച്ച്. സമസ്തയും ഞങ്ങളുമായിട്ട് യാതൊരു പ്രശ്നമില്ല, നല്ല ബന്ധുവാണ്. മുസ്ലിം ലീഗിനെ എങ്ങനെ ആക്രമിക്കുന്നതിന് മാർക്സിസ്റ്റ് പാർട്ടിയെ പ്രേരിപ്പിച്ചത് എന്താ? അവരുടെ തെറ്റായ നിലപാടുകൾ ഞങ്ങൾ തുറന്നു കാണിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞോട്ടെ, അതിനൊക്കെ മറുപടി ഞങ്ങൾ പറയുന്നുണ്ടല്ലോ. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു എന്താ പറയുക, മുസ്ലിം ലീഗിൻ്റെ സമ്മേളനം കണ്ടപ്പോൾ ഒരല്പം സ്ഥല ജല ഭ്രമം എന്നൊക്കെ പറയുന്നില്ലേ, അതുണ്ടായിട്ടുണ്ടാവും. അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. നിഖിൽ പ്രമേഷാണ് വിശദാംശങ്ങളുമായി ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് ചേരുന്നത്. നിഖിൽ, ലീഗ് നേരത്തെ തന്നെ നിലപാട് പറഞ്ഞതായി വിഷയത്തിൽ അവർ ഒറ്റയ്ക്ക് സമരമായി മുന്നോട്ട് പോകുമെന്ന് സമസ്ത ഇക്കാര്യത്തിൽ അല്പം പിന്നാക്കം പോയപ്പോഴും ലീഗ് അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇപ്പോൾ സമസ്തയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രക്ഷോഭം, അതാണോ ലീഗിന്റെ ലക്ഷ്യം? നിഖിൽ, ഉന്മേഷ് ടോം, കോഴിക്കോട് വെച്ച് നടത്തിയ വഖഫ് സംരക്ഷണ സമ്മേളനം അത് വലിയ വിജയമായിരുന്നു എന്ന് രാഷ്ട്രീയമായി വിശ്വസിക്കുന്ന മുസ്ലിം ലീഗ് അതിൻ്റെ രണ്ടാം ഘട്ട പ്രതിഷേധ പരിപാടികൾ ആലോചിക്കാനാണ് പ്രധാനമായും ഇന്ന് യോഗം ചേരുന്നത്. അല്പസമയത്തിനകം മലപ്പുറത്ത് നേതൃയോഗം ആരംഭിക്കും. നേതാക്കൾ ഓരോരുത്തരായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ടാം ഘട്ട സമരം പക്ഷേ കൂടുതൽ സമസ്തയടക്കമുള്ള മുസ്ലിം സംഘടനകൾക്ക് കൂടി സ്വീകാര്യമാകുന്ന തരത്തിൽ, അവരെ കൂടി ഉൾപ്പെടുത്തുന്ന തരത്തിൽ സംഘടിപ്പിക്കാനാണ് ലീഗ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഇന്നലെ മലപ്പുറത്ത് ചേർന്ന ഒരു യോഗത്തിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ചില രാഷ്ട്രീയ സംഘടനകളുമായി സമസ്തയ്ക്ക് ശക്തമായ ബന്ധമുണ്ട്, മറ്റുള്ളവരുമായും ബന്ധമുണ്ട്, ഭരിക്കുന്ന സർക്കാരുമായി സഹകരിച്ചു പോവുകയെന്നാണ് സമസ്ത നിലപാടെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ പ്രസ്താവനയെ ചൊല്ലി പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. അതായത് സർക്കാരുമായി കൂടുതൽ അടുക്കുന്നു എന്നും അല്ലെങ്കിൽ മുസ്ലിം ലീഗുമായുള്ള ബന്ധം കൂടുതൽ സുദൃഢമാണ് എന്നുള്ള തരത്തിലടക്കമുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. എന്നാൽ ഇക്കാര്യങ്ങളും ഇന്നത്തെ യോഗം ചർച്ച ചെയ്യും. എന്തായാലും പ്രധാനപ്പെട്ട ചർച്ച വഖഫ് സംരക്ഷണ വിഷയത്തിൽ എങ്ങനെ വേണം രണ്ടാം ഘട്ട സമരം എന്നുള്ളത് ആലോചിക്കാൻ തന്നെയാണ്. ന്യൂനപക്ഷ ആശങ്ക ഏറെയുള്ള ഈ വിഷയത്തിൽ തങ്ങൾ തന്നെയാണ് ഇതിന്റെ മുന്നിലുള്ളത് എന്ന് പതാകവാഹകരെന്ന് ലീഗ് കരുതുന്നു. ഈ രണ്ടാം തവണ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയായിട്ട് പോലും വലിയ തരത്തിൽ കോഴിക്കോട് ആളുകളെ അണിനിർത്താൻ മുസ്ലിം ലീഗിന് സാധിച്ചു. ഇത് വലിയ ആത്മവിശ്വാസം തന്നെ പാർട്ടിക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടാം ഘട്ട പ്രതിഷേധ സമരവും സമാനമായ രീതിയിൽ തന്നെ കൂടുതൽ ആളുകളെ അടുപ്പിക്കുന്ന, വിശ്വാസത്തിൽ എടുപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സമരം തന്നെയായിരിക്കും ഉണ്ടാവുക. അതോടൊപ്പം തന്നെ ഈ ആദ്യഘട്ട സമരത്തിൽ ഉണ്ടായ ചില പോരായ്മകളുണ്ട്. ഒരു വലിയ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ പോലും അതിൽ കല്ലുകടിയായി ഉണ്ടായ ചില മോശം മുദ്രാവാക്യങ്ങൾ, തെറ്റായ പ്രസംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനൊക്കെ തടയിടുന്ന തരത്തിൽ കൃത്യമായ ജാഗ്രതയോടുകൂടി നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒക്കെ നിർദ്ദേശം നൽകുന്ന തരത്തിലായിരിക്കും രണ്ടാം ഘട്ട പ്രതിഷേധ പരിപാടി ഉണ്ടാവുക. തുടർ സമരങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടിയാണ് മുസ്ലിം ലീഗിന്റെ നേതൃയോഗം ഇന്ന് മലപ്പുറത്ത് ചേരുന്നത്. പക്ഷേ സമസ്തയുടെ നിലപാട് ഏറെ നിർണായകമായിരിക്കും. സമസ്തയുമായി ചേർന്നുകൊണ്ട് തന്നെ, അതായത് സമസ്ത ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകളുമായി യോജിച്ചുകൊണ്ട് തന്നെ തുടർ പ്രക്ഷോഭങ്ങൾ ആലോചിക്കാനാണ് മുസ്ലിം ലീഗ് ആ രീതിയിലുള്ള ചർച്ചകളും സംഘടിപ്പിക്കുന്നതും. നിഖിൽ പ്രമേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. BJP നേതാവ് രഞ്ജിത്ത് വധക്കേസിൽ 2 SDPI പ്രവർത്തകർ കൂടി കസ്റ്റഡിയിൽ. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ് പിടിയിലായത്. കൊലയാളി സംഘത്തിലെ 6 പേരെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തത്. സജോ ദേവസ്യ ചേരുന്നു ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന്. സജോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഇന്നലെ അർദ്ധരാത്രിയാണ് BJP നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസനെ വധിച്ച സംഘത്തിൽ ഉൾപ്പെട്ട 2 പേരെയും എറണാകുളം പെരുമ്പാവൂരിൽ നിന്ന് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. ഇവരെ ആലപ്പുഴയിൽ എത്തിച്ചിട്ടുണ്ട്. കൃത്യത്തിൽ നേരിട്ട് പങ്കാളിത്തമുള്ളവരാണ് ഇവർ. ഇവരുടെ കസ്റ്റഡി കൂടി സാധ്യമായതോടുകൂടി ഈ കേസിൽ കൃത്യത്തിൽ നേരിട്ട് പങ്കാളിത്തമുള്ള 6 പേരെ വലയിലാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. 12 പേരാണ് ആകെ കൃത്യത്തിൽ പങ്കെടുത്തത്. ഇനിയും 6 പേർ അവശേഷിക്കുന്നുണ്ട്. പക്ഷേ നിർണായകമായ ഒരു കസ്റ്റഡി എന്ന നിലയ്ക്ക് തന്നെ ഇതിനെ വിലയിരുത്തണം. ഏതായാലും അന്വേഷണ സംഘത്തിന് അന്വേഷണത്തിൽ പലതരത്തിലുള്ള വിമർശനങ്ങൾ BJP ഉൾപ്പെടെ ഉന്നയിക്കുമ്പോഴും അതിന് ഗതിവേഗം കൈവരുന്നു എന്ന നിലയിലേക്ക് തന്നെ വിലയിരുത്താൻ കഴിയുന്ന കസ്റ്റഡിയാണ്. ഇവരുടെ അറസ്റ്റ് വൈകാതെ തന്നെ രേഖപ്പെടുത്തും. ഇന്ന് വൈകിട്ട് ആലപ്പുഴ കോടതിയിൽ ഇവരെ ഹാജരാക്കും എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇവരെ ചോദ്യം ചെയ്യുന്നത് പുരോഗമിക്കുകയാണ്. ഇവർ 2 പേരും SDPI പ്രവർത്തകർ തന്നെയാണ്. സത്യത്തിന് നേതൃത്വം നൽകുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ഇവരാണ് എന്ന വിശദീകരണമാണ് പോലീസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് നമുക്ക് ലഭ്യമാകുന്നത്. ഏതായാലും അന്വേഷണത്തെ ഏറ്റവും നിർണായകമായ കസ്റ്റഡിയായി തന്നെ ഇതിനെ വിലയിരുത്തും. സജോ ദേവസ്യാണ് ആലപ്പുഴയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. KSRTC ശമ്പള കരാർ മാനേജ്മെന്റ് അട്ടിമറിച്ചെന്ന് പ്രതിപക്ഷ തൊഴിലാളി സംഘടനകൾ. തങ്ങൾ അംഗീകരിക്കാത്തതും തള്ളിക്കളഞ്ഞതുമായ കാര്യങ്ങൾ ശമ്പള കരാറിന്റെ കരടിൽ ഉൾപ്പെടുത്തിയെന്ന ആരോപണം. മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ അംഗീകരിച്ചതിന് വ്യത്യസ്തമായിട്ടാണ് കരട് തയ്യാറാക്കിയിട്ടുള്ളത്. മാനേജ്മെന്റ് പിടിവാശി ഉപേക്ഷിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും പ്രതിപക്ഷ സംഘടനകളുടെ മുന്നറിയിപ്പ്.
പക്ഷേ എന്തുകൊണ്ടോ ഈ കരാറ് നടക്കരുതെന്ന് വാശിയുള്ള ആളുകളാണ് KSRTCയുടെ മാനേജ്മെൻറ്റ്. 31-ാം തീയതിക്കകത്ത് കരാർ ഒപ്പിടുമെന്ന് പറഞ്ഞവർ ഞങ്ങൾക്ക് കരാറിൻ്റെ ഡ്രാഫ്റ്റ് പോലും ഞങ്ങൾക്ക് 31-ാം തീയതിക്കകത്ത് തന്നില്ല. ഒടുവിൽ ഞാൻ മനസ്സിലാക്കുന്നത് മന്ത്രി തന്നെ ഇടപെട്ടതിന് ശേഷമാണ് കരാറിൻ്റെ ഡ്രാഫ്റ്റ് ഞങ്ങൾക്ക് തന്നത്. ആ ഡ്രാഫ്റ്റ് പരിശോധിച്ചപ്പോഴാണ് ഇതെന്തുകൊണ്ട് വൈകിയെന്ന് മനസ്സിലാവുന്നത്. കാരണം ഞങ്ങൾ അംഗീകരിക്കാത്തതും ഞങ്ങൾ തള്ളിക്കളഞ്ഞതും മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തീരുമാനിച്ചതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഈ കരാറിൽ എഴുതി വച്ചിരിക്കുന്നത്. ബോധപൂർവം ശമ്പള പരിഷ്കരണം അട്ടിമറിക്കാൻ നടക്കരുത് എന്ന ആഗ്രഹം ചില കേന്ദ്രങ്ങളിലുണ്ട്. പക്ഷേ ഞങ്ങൾ ആത്യന്തികമായിട്ട് മുഖവിലക്കെടുക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ വാക്കാണ്. മാനേജ്മെൻറ്റിലെ ഉദ്യോഗസ്ഥരെ നിയമിച്ചത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് നയത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്തേണ്ടത് ഗവൺമെൻറ്റിൻ്റെ കടമയാണ്. മുഖ്യമന്ത്രിയുടെ കൂടെ നിർദ്ദേശപ്രകാരമാണ് കഴിഞ്ഞ 9-ാം തീയതി ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ചർച്ച നടത്തിയതും ജനുവരിയിൽ പരിഷ്കരിച്ച ശമ്പളം കിട്ടുമെന്ന് പറഞ്ഞത്. ആ ജനുവരിയിലെ പരിഷ്കരിച്ച ശമ്പളം കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതിൽ നിന്ന് സർക്കാരിന് പുറകോട്ട് പോകാൻ കഴിയില്ല. അത്തരത്തിൽ എന്തെങ്കിലും ഒരു നിലപാടിലേക്ക് വന്നാൽ ആ സമയത്ത് സംഘടനാപരമായിട്ട് കൂടിയാലോചിച്ച് വേണ്ട തീരുമാനങ്ങളെടുക്കും. KSRTC ശമ്പള പരിഷ്കരണ കരാറിൽ ഇന്ന് വീണ്ടും ചർച്ച നടക്കാൻ പോകുന്നു. ഗതാഗത മന്ത്രി ആന്റണി രാജു തൊഴിലാളി യൂണിയനുകളുമായി 12 മണിക്കാണ് ചർച്ച നടത്തുന്നത്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളായി ചേരുന്നു. ഷഫീദ്, ഇപ്പോൾ ഈ നേരത്തെ ചർച്ച നടന്ന ഇക്കാര്യത്തിൽ ഒരു സമവായത്തിലെത്തിയതാണ്. ഇപ്പോൾ ഈ പ്രതിപക്ഷ സംഘടനകൾ പറയുന്ന നിലപാട് എന്താണ്? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഗതാഗത മന്ത്രി വിളിച്ച യോഗത്തിൽ ചർച്ചയാവുക? ഉന്മേഷ, ഈ പുതുവത്സരത്തിലും KSRTCയിലെ പ്രശ്നങ്ങൾക്ക് ഒരു തീരുമാനമുണ്ടാകാൻ സർക്കാരിന് കഴിയുന്നില്ല. നേരത്തെ, അതായത് മാരത്തോൺ ചർച്ചകൾക്ക് ശേഷം ഡിസംബർ 9 നടന്ന ചർച്ചയിൽ ഡിസംബർ മാസത്തിൽ തന്നെ ഈ ശമ്പള കരാർ ഒപ്പുവെക്കുമെന്നും ജനുവരി മാസം നൽകുന്ന ശമ്പളത്തിൽ പരിഷ്കരിച്ച ശമ്പളം നൽകുമെന്നുള്ളതായിരുന്നു ഗതാഗത മന്ത്രി നൽകിയ ഉറപ്പ്, തൊഴിലാളി സംഘടനകൾക്ക് നൽകിയ ഉറപ്പ്. എന്നാൽ ഈ കരടടക്കമുള്ള കാര്യങ്ങൾ നൽകുന്നത് വൈകി. ഒടുവിൽ ഡിസംബർ 31-നാണ് ഈ കരടെങ്കിലും തൊഴിലാളി സംഘടനകൾക്ക് കൈമാറുന്നതും ആ കരട് കൈമാറുന്നത് ഈ ഗതാഗത മന്ത്രി മാനേജ്മെന്റിനോട് നിരന്തരം ആവശ്യപ്പെട്ടതിന് ശേഷമായിരുന്നു. എന്നാൽ ഈ ഒരു സാഹചര്യത്തിലാണ് മാനേജ്മെന്റിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പ്രതിപക്ഷ തൊഴിലാളി സംഘടനകൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്ന് 12 മണിക്ക് ഗതാഗത മന്ത്രി അധ്യക്ഷതയിൽ ഒരു ചർച്ച നടക്കും. ഈ ചർച്ചയിലും തീരുമാനമുണ്ടായില്ലെങ്കിൽ സമരം അല്ലെങ്കിൽ പ്രക്ഷോഭം, ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് കടക്കാനാണ് ഇപ്പോൾ KSRTCയിലെ പ്രതിപക്ഷ തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. ഈ പ്രതിപക്ഷ തൊഴിലാളി സംഘടനകൾ പ്രധാനമായും ഉന്നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതിലൊന്ന്, ഈ ശമ്പള കരാർ നടപ്പാക്കരുതെന്ന് മാനേജ്മെന്റിന് പിടിവാശിയുണ്ട്. അതുകൊണ്ട് തന്നെ ശമ്പള കരാറിന്റെ കരട് അത് മാനേജ്മെന്റ് അട്ടിമറിച്ചു എന്നുള്ള ആക്ഷേപം ഇവർ ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ തൊഴിലാളി സംഘടനകൾ അംഗീകരിക്കാത്തതും തള്ളിക്കളഞ്ഞതുമായ ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും. മാസ്റ്ററിംഗ് ചെയ്യാത്തതിനാൽ പെൻഷൻ ലഭിക്കാതെ 3 ലക്ഷത്തോളം പേർ. മാസ്റ്ററിംഗ് പോർട്ടലിലെ സാങ്കേതിക പ്രശ്നം മൂലമാണ് നടപടികൾ പൂർത്തിയാക്കാൻ കഴിയാത്തത്. 1.5 മാസത്തിനിടെ സാമൂഹ്യക്ഷേമ പെൻഷൻ അനുവദിച്ചവർക്ക് ഇതുവരെയും പണം ലഭിച്ചിട്ടില്ല. വിശദാംശങ്ങളുമായി VA ഗിരീഷ് ചേരുന്നു. ഗിരീഷ്, എന്തുകൊണ്ടാണ് ഈ പെൻഷൻ വൈകുന്നതിന് കാരണമായി അധികൃതർ പറയുന്നത്? സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ അനുവദിച്ചിട്ടും ഇതുവരെ ലഭിക്കാത്ത, 2 വർഷമായി ലഭിക്കാത്ത 3 ലക്ഷം പേരാണുള്ളത്. ഇവരുടെ പെൻഷൻ ഇപ്പോൾ സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. കാരണം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ളതാണ് സർക്കാർ ഇതിന് കാരണമായി പറയുന്നത്. കൃത്യമായി പറഞ്ഞാൽ 2019 നവംബർ 16 മുതൽ 2019 ഡിസംബർ 31 വരെ സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ അനുവദിക്കപ്പെട്ടവർക്കാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. ഇവർക്ക് 2019 നവംബർ 15-നകം മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. അതായത് അതുവരെ പെൻഷൻ വാങ്ങുന്നവർ മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്നായിരുന്നു സർക്കാരിൻ്റെ നിർദ്ദേശം. പിന്നീട് ഇത് ഡിസംബർ 31 വരെ നീട്ടി. ഈ കാലയളവിനുള്ളിൽ പെൻഷൻ അനുവദിക്കപ്പെട്ടവരുണ്ട്. ഇവർക്ക് പെൻഷൻ ID ജനറേറ്റ് ചെയ്തിട്ടുമുണ്ട്. എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന അലംഭാവം, കാരണം ഇവർക്ക് പെൻഷൻ അനുവദിച്ചെങ്കിലും കൃത്യമായി ഇവരെ അറിയിച്ചിരുന്നില്ല. ഈ ഒരു കാരണം കൊണ്ട് ഇവർക്ക് മസ്റ്ററിംഗ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 വർഷത്തോളമായി അനുവദിച്ചിട്ടും ഇവർക്ക് പെൻഷൻ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള അവസരം ഒരുക്കണമെന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ അതിനുള്ള ഓപ്ഷൻ ധനകാര്യ വകുപ്പ് നൽകിയിട്ടില്ല. ഏതാണ്ട് 3 ലക്ഷത്തോളം പേരാണ് ഇത്തരത്തിൽ പെൻഷൻ അനുവദിച്ചിട്ടും പെൻഷൻ ലഭിക്കാതെ പോകുന്നത്. ഇതിൽ പലരും വാർദ്ധക്യകാല പെൻഷൻ തന്നെയാണ്. അടിയന്തര സർക്കാർ ഇടപെടൽ ഉണ്ടാക്കണമെന്നാണ് ഇപ്പോൾ ആവശ്യം ഉയർന്നിരിക്കുന്നത്. VA ഗിരീഷാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. ഇതോടെ ബ്രേക്കിംഗ് അവേഴ്സിന്റെ സമയം പൂർത്തിയാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.